വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അതുവരെയും മനഃപൂർവ്വം മറന്നുകളയാൻ ശ്രമിക്കുന്ന ആ കാര്യം വീണ്ടും അവനെ ശ്വാസം മുട്ടിച്ചു തുടങ്ങി. നീയും ഇവനും അതിന് മാത്രമാണ് വിശ്വാസം. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായി മാത്രം കണ്ടാൽ മതി. 6 മാസത്തിൽ ഒരാഴ്ച ഇപ്പോഴേ പോയി എന്നും അഖിലാണ് വിഷയം ഓർമ്മിപ്പിച്ച് അതോടെ അവനെ തലയാട്ടി സമ്മതിച്ചു കൊടുക്കാൻ മാർഗമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. അത് പറയുമ്പോൾ എത്ര ഒതുക്കി വെച്ചിട്ടും വിശ്വയുടെ സ്വരം കടുത്തു. ഇതൊക്കെ എന്താ ഇത്ര മനസ്സിലാക്കാൻ? ആലോചിക്ക് പതിപോലെ പുച്ഛവും ദേഷ്യവും തന്നെയാണ്. വിശ്വാനെ നോക്കിയ കൂടിയില്ല. അവൻ അഖിലിന് നേരെ തിരിഞ്ഞു. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരിക, അല്ലെങ്കിൽ എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള പെർമിഷൻ തരിക. രണ്ടിലേതുവാണെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. വിശ്വാന് മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് പറഞ്ഞു. താനിങ്ങനെ ടെൻഷൻ ആവാതിടൂ വിശ്വ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവന്റെ ആ ഭാവം കണ്ടിട്ട് അഖില തോളിലും തട്ടി. വിശ്വം ഇരിങ്ങാത്ത പോലെ തോളന്ന് വെട്ടിച്ചു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് മുന്നിൽ അധികം സമയമില്ല. നിങ്ങൾക്ക് തമ്മിൽ അടുക്കാനൊരു സ്വാഭാവിക സാഹചര്യം കാത്തിരിക്കാൻ. അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ വെറുതെ സമയം കളയുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മിത്രയ്ക്ക് നേരെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് അത് നടക്കില്ലെന്ന് മുന്നേ പറഞ്ഞല്ലേ. അതുകൊണ്ട് അവൾക്ക് നിനക്ക് അടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. അഖില അത്രയും പറഞ്ഞിട്ടും കൃത്യമായി അവനെന്താണ് ഉദ്ദേശിച്ചെന്ന് വിശ്വക്കെപ്പോഴും മനസ്സിലായില്ല. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. പക്ഷേ നീ ടെൻഷൻ ആവണ്ട, അതിന് പറ്റിയ ഒരാളെ കൂടി ഞങ്ങൾ കളത്തിലിറക്കി കഴിഞ്ഞു. ഇന്നു മുതൽ അവനവൻ്റെ ജോലി ചെറുതായി തുടങ്ങി വെക്കുകയും ചെയ്തു. അതായത് മിത്രയെ പ്രേമിച്ച് വരുതിയിലാക്കുക എന്നതാണ് വിശ്വക്ക് കിട്ടിയ ടാസ്ക് എങ്കിൽ അവളെ പറ്റും പോലെയൊക്കെ ഉപദ്രവിച്ചും ശല്യം ചെയ്തും നിന്നിലേക്ക് എത്തിച്ചേരുക എന്നൊരു ടാസ്ക് കൊടുത്തിട്ടാണ് രാഹുലിന് വേണ്ടി ഞങ്ങൾ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തത്. ഇപ്പൊ ക്ലിയർ ആയോ? അയാൾ പറഞ്ഞിരുത്തിയിട്ട് വിശ്വയെ നോക്കി. അവൻ പറഞ്ഞു മനസ്സിലായതുപോലെ വിശ്വയുടെ മുഖമൊന്ന് കടുത്തു. പള്ളിയടിച്ചുകൊണ്ടാണ് അവന് തലയാട്ടി സമ്മതിച്ചു കൊടുത്തത്. എന്തൊരു ക്രൂരതയാണിത്! എന്ത് ബിസിനസ് തന്ത്രമാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ്. വിശ്വക്കുള്ളിൽ ഒരു പുകച്ചിലുണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ അതിനുവേണ്ടി എത്ര കോടികൾ കിട്ടിയാലും ആ പാപമൊക്കെ എങ്ങനെ തീരാനാണ്? ഇപ്പോഴേ തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എത്ര ലാഘവത്തോടെയാണ് ഇവരതിനെക്കുറിച്ച് പറയുന്നത്. തനിക്കാണെങ്കിൽ അത് ഓർക്കുമ്പോൾ മുതൽ ശ്വാസം കിട്ടാത്തൊരു വിങ്ങിലാണ്. നാളെ മുതൽ നമുക്ക് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് മീറ്റ് അത് നാളെ തന്നെ വേണം. സ്വാഭാവികമെന്ന് തോന്നും വിധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മീറ്റ്. വിശ്വ അത് കളറാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഖിൽ ആവേശത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ വിശ്വയുടെ മനസ്സിൽ ആ മുഖം ഓർമ്മ വന്നു. അതോടെ വീണ്ടും അവന്റെ ഹൃദയം പിടഞ്ഞു. നീയൊന്ന് അടങ്ങി മിത്രമേ. പതിയെ അത് പറയുമ്പോഴും ടീനയുടെ സ്വരം വിറക്കുന്നുണ്ട്. മിത്ര പക്ഷേ കനലെരിയുന്ന കണ്ണോടെ മുന്നിൽ നിൽക്കുന്നവനെ തുറിച്ചു നോക്കി. എന്നെ അങ്ങ് നോക്കി കൊല്ലാന്ന് തോന്നലുണ്ടോടി? വല്ലാത്തൊരു ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവനും അവന്റെ കൂടെയുള്ളവരും മിത്രയെയും ടീനയും കളിയാക്കി. ഈ കോളേജിലെ റാഗിങ് അനുവദിക്കില്ലെന്ന് അറിയാതെയാണോ നിങ്ങളുടെ ഈ പ്രഹസനം? പക്ഷേ മിത്ര ലവലേശം പോലും ഭയമില്ലാതെ ആർക്കുമ്പിൽ നെഞ്ചിൽ കൈകെട്ടി നിൽക്കുമ്പോൾ ആൾക്കൊപ്പം തന്നെയുള്ള ടീന എതിരെ നിൽക്കുന്നവരുടെ കണ്ണിലെയും മുഖത്തെയും ഭാവം കണ്ടിട്ട് വിറച്ചു തുടങ്ങി. മിത്ര വേണ്ടടി, നീ വെറുതെ പ്രശ്നം വലുതാക്കണ്ട. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയ നീ വിട്ടേക്ക്. ഇന്ന് തന്നെ ഒരു സീനുണ്ടായ നമ്മളിവിടെ. മിത്രയുടെ തുറിച്ചോട്ടം കണ്ടതും ടീന പറയുന്ന പെട്ടെന്ന് നിർത്തി. നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിക്കുന്നതും അവളോട് അശ്ലീലം പറയുന്നതാണോ ടീന നീ പറഞ്ഞ മിസ്റ്റേക്ക്? വീണ്ടും മിത്രയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് എരിഞ്ഞു. ടീന എന്തു പറയണമെന്നറിയാതെ അവളെയും ആർക്കുമ്പിൽ കൂടി നിൽക്കുന്ന 4 പേരെയും മാറി മാറി നോക്കി. എങ്കിൽ കേട്ടോ, ഇത് മിസ്റ്റേക്കൊന്നല്ല, ഇവർ മനഃപൂർവ്വം ചെയ്താ. മിത്രയുടെ വിരൽ മുന്നിൽ നിൽക്കുന്നവരിൽ പ്രധാനി എന്ന് തോന്നുന്ന ആൾക്ക് നേരെ നീണ്ടു. അതോടെ അവന്മാരുടെ നോട്ടത്തിന്റെ തീവ്രതയേറി. ടീന മിത്രയുടെ മറവിൽ ഒതുങ്ങി നിൽക്കാനൊരു ശ്രമം നടത്തി. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഓടി ഒളിച്ച് മാത്രം പരിചയമുള്ളവൾക്ക് അപ്പോഴും അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. പക്ഷേ കൂടെയുള്ളവൾ അവളെ അതിന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അവരെ അപ്പാടെ ചുട്ടുകൊല്ലാനുള്ള കലിപ്പോടെ പോരിനിറങ്ങി നിൽക്കുമ്പോൾ അവളെ അവിടെ ഉപേക്ഷിച്ച് തിരിഞ്ഞോടി പോകുന്ന എങ്ങനെയാണ്? ടീന ദയനീയമായി മിത്രയെ നോക്കി. ആ മുഖത്തും ഭാവങ്ങളിലും അല്പം പോലും കൂസലില്ല. അതെ, ഞങ്ങളത് മനഃപൂർവ്വം ചെയ്ത. നിന്നെയൊക്കെ കണ്ടിട്ട് പൂതി കയറിയിട്ട് തന്നെ ചെയ്ത. പൊന്നുമോളെ എന്ത് ചെയ്യും? കേസ് കൊടുക്കുന്നോ? എങ്കിൽ പോയി കൊടുക്കടി. പക്ഷേ അന്ന് നിന്റെ അവസാന ഒറ്റയടിക്ക് കൊല്ലൊന്നല്ല, ഈ രാഹുൽ ഓമനിച്ചിൽ ആളിച്ച് സ്നേഹിച്ചു കൊല്ലും. മിത്രയൊന്നാകെ ചൊഴിഞ്ഞു നോക്കിക്കൊണ്ട് പറയുമ്പോൾ രാഹുലിന്റെ അവന്റെ കൂട്ടുകാരുടെയും കണ്ണിലെ ഭാവം, ചുണ്ടിലെ ചിരി. ടീന കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിക്കുമ്പോൾ മിത്ര അവരെ നോട്ടം കൊണ്ടുപോലും എതിർത്തു. നിന്റെ ഭീഷണി കണ്ട് പേടിച്ചോടുന്നവരെ കണ്ടു മാത്രമാവും നിനക്ക് ശീലം. പക്ഷേ ഈ മിത്രയെ നീ അതിന് കാക്കണ്ട. മിത്ര ചൊടിയോടെ അല്പം പോലും ചോർന്നു പോവാത്ത വീര്യത്തോടെ അവനെ നോക്കി. ഉറക്കി വിളിച്ചുകൊണ്ട് രാഹുൽ അവൾക്ക് തൊട്ടു മുമ്പിൽ വന്ന് നിന്നു. ടീന പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചിട്ട് കൂടി അനങ്ങാതെ അവന്റെ കണ്ണിലേക്ക് നോക്കി. മിത്ര അതേ നിൽപ്പ് തന്നെയായിരുന്നു. ഇന്നുവരെ ഈ രാഹുലിനെ ആരും വെല്ലുവിളി നടത്തിയിട്ടില്ല. അവന്റെ കണ്ണുകൾക്ക് ചോര ചുവപ്പാണത് പറയുമ്പോൾ. എങ്കിലിതൊരു തുടക്കാട്ടെ രാഹുൽ. മിത്ര കുഞ്ഞൊരു ചിരിയോടെ അവനെ നോക്കി. അനുഭവിക്കുന്നീ ഇനിയുള്ള എന്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ടാ. എന്നോട് കാണിച്ച ഈ അഹങ്കാരത്തിന് നീ അനുഭവിക്കും, ഞാൻ അനുഭവിപ്പിക്കും. രാഹുൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. അപ്പോഴേക്കും അവർക്ക് ചുറ്റും ആൾ കൂടാൻ തുടങ്ങുന്നത് ടീനെ ഒരു പിടപ്പോടെ നോക്കി. ഇവിടുത്തെ എന്ത് ഭാവിച്ച ദൈവമേ!
മുന്നിൽ നിൽക്കുന്നവൻ ഒരു തനി തല്ലിപ്പുളി മാത്രമാണെന്ന് അവന്റെ രൂപവും ഭാവവും സംസാരം കൊണ്ട് തന്നെ വ്യക്തമാവും. അവരോടൊക്കെ വെല്ലുവിളി നടത്തി വിഡ്ഢിയാവാതെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളതിന് പകരം ഈ മണ്ടി ഇതെന്താ ചെയ്യുന്നത്? വിദേശത്ത് പോയി വിലസിയാണെന്ന് ഇവൾക്കിനി ഇതിന്റെ പിറകിൽ വരുന്ന നൂലാമാലകൾ വല്ലതും അറിയാനുണ്ടോ? മിത്രയെ നോക്കി ടീന പല്ലടിച്ചു. ചേട്ടാ. മിത്രയെ ബലമായി പിടിച്ചു മാറ്റി ടീന അവൾക്ക് മുമ്പിലേക്ക് കയറി നിന്നിട്ട് രാവിലെ നേരെ കൈകൂപ്പി. അവന് നോട്ടം കണ്ടിട്ട് അവൾ വിറക്കുന്നുണ്ട്. പക്ഷെ ഇനി ഇവർക്ക് മുമ്പിൽ വിറച്ചിരുന്നാൽ ഇനി കയ്യിൽ കിട്ടുന്ന ദിവസം ഇവന്റെ കൂട്ടുകാരും കൂടി പുതപ്പിച്ച് കിടത്തി കളയുന്നൊരു ഉൾവിളി. ടീന കൂപ്പി നിൽക്കുന്ന കൈകൾ പോലും വിറച്ചു കളി. അറിയാതെ പറ്റിപ്പോയതാ, ഈ പ്രാവശ്യം ക്ഷമിക്കണം. ഇവൾക്ക് ആളറിയാതെ ചേട്ടനൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. പറയുന്നതിനോടൊപ്പം ടീനയുടെ കണ്ണൂടെ നിറഞ്ഞോടെ രാഹുൽ ഒരു ചിരിയോടെ പിന്നിൽക്കുന്ന കൂട്ടുകാർക്ക് നേരെ നോക്കി. പിന്നെ ആ നോട്ടം ഒരു പുച്ഛത്തോടെ മിത്രയ്ക്ക് നേരെ നീണ്ടു. ടീനെ രണ്ട് കൊടുക്കാനുള്ള കലിയോടുന്നവൾ അതുകൂടി കണ്ടോടെ തീർത്തും പിടിവിട്ടുപോയി. നാടോടി നിനക്ക് ചീറും പോലെ മിത്ര ടീനയെ നോക്കി. പ്ലീസ് ഇനിയൊന്നും പറയില്ലേ, എനിക്ക് വേണ്ടി മിത്ര, എനിക്ക് വേണ്ടി മാത്രം നീ ക്ഷമിക്കടാ. നിന്നെ ചൊല്ലിയാലും ഞാനിങ്ങോട്ട് വന്ന് ഇനിയുടെ ഒരു പ്രശ്നം, എനിക്ക് പേടിയാ മിത്ര പ്ലീസ്. ആളിക്കത്തും പരുവത്തിലായിരുന്ന മിത്ര അത് കേട്ടതോടൊന്ന് അയഞ്ഞു. ഒന്നുമില്ലടി. കണ്ണു നിറച്ചിലിങ്ങനെ ടീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോഴും അവളുടെ എരിയുന്ന നോട്ടം രാഹുലിന് നേരെയാണ്. കണ്ണിമ കൂടി ചിമ്മാതെ അവനെ തിരിഞ്ഞു പോയിക്കൊണ്ട് ടീനക്കൊപ്പം നടന്നു നീങ്ങുമ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല അത് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു എന്നും തനിക്ക് വേണ്ടി തന്റെ അച്ഛന്റെ ശത്രുക്കൾ മനഃപൂർവ്വം കരുതി വെച്ചൊരു ആയുധമായിരുന്നു രാഹുൽ എന്നും. എല്ലാം സെറ്റല്ലേ? മോഹൻദാസ് ചെറിയൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അഖിൽ അതേന്ന് വിരലുയർത്തി കാണിച്ചു. നമ്മൾ ആവശ്യപ്പെട്ട പോലെ തന്നെ രാഹുൽ ഇന്നൊന്ന് ഉരസി വിട്ടിട്ടുണ്ട്. നാളെ വിഷു കൂടി ചേരുന്നോടെ അതൊരു തീപ്പൊരിയായി മാറും. പിന്നെ നമ്മളെല്ലാവരും കൂടി അതിനെ ഊതി കത്തിച്ചിട്ട് വലിയൊരു തീപിടുത്താക്കി മാറ്റും. ആഗ്നിയിൽ വെന്തുരുക്കി പോകാനുള്ള ഈയാമ്പാറ്റകളായി ടെന്നീസ് മാത്യു അയാളുടെ പ്രിയപ്പെട്ട മോളും. അഖിൽ പറയുമ്പോൾ മോഹൻദാസ് അലോഷിയും മനസ്സറിഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. വിഷയോട് പറഞ്ഞിട്ടില്ലേ രാഹുൽ അങ്ങോട്ട് ചെന്നവരുള്ള അവസരം ഒരുക്കി വെച്ചിട്ടുള്ളൂ? മോഹൻദാസ് വീണ്ടും അഖിലിനെ നേരെ നോക്കി. പറഞ്ഞിട്ടുണ്ട്. ഇനിയെല്ലാം അവൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. പെർഫെക്റ്റ് ആയിട്ടൊരു അവസരമാണ് നമ്മൾ അവന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി നാളെ എന്ത് ചെയ്യണമെന്ന് കൂടി രാഹുലിനോട് ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. അഖിൽ അഭിമാനത്തോടെ പറഞ്ഞു. മോഹൻദാസ് ചിരിയോടെ അവനെ നോക്കി. ഗുഡ്. കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി ആർക്കും സംശയങ്ങളൊന്നും തോന്നാത്ത വിധം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കാശൊന്നും ഒരു വിഷയമല്ല, അതിനേക്കാൾ വലുതാണ് ഇപ്പം നിലനിൽപ്പ്. കോടികൾ കയ്യിൽ കിട്ടാൻ ലക്ഷങ്ങൾ ചൂണ്ടൽ കൊളുത്തിയിട്ട് ഇറപിടിക്കാൻ ഇറങ്ങിയവരാ നമ്മൾ. അതുകൊണ്ട് ഒരു കാര്യത്തിനൊരു പിശുക്കും കാണിക്കരുത്. മോഹൻദാസ് പറയുമ്പോൾ അലോഷിയുടെ അഖിലിന്റെയും നോട്ടം തമ്മിലിടഞ്ഞു. തിളക്കമുള്ള ഒരു ചിരി ചുണ്ടുകളിൽ മിന്നിമാഞ്ഞു. പാതിരാത്രിയായിട്ടും വിശക്കുന്ന ഉറക്കം വന്നില്ല. ക്യാൻറ്റീൻ ഉദ്ഘാടനം എന്നതിനേക്കാൾ നാളെ മിത്രയുമായി കാണേണ്ടി വരുന്നതാണ് അവനെ പരവേശപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 8 or 10 പേര് നാളെ ഇന്നാ നേരം വന്നിരുന്നതിനെ കൊന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ പോലും അനുഭവപ്പെടാനിടയില്ലാത്ത വേവലാതി, വെപ്രാളം ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ആ കണ്ണിലെ തിളക്കം, നോട്ടത്തിലെ മൂർച്ച അതവനെ കൂടെ കൂടെ ഭയപ്പെടുത്തി. അന്നോളം ഈ ലോകത്തിലെ ഒന്നിനും ഭയപ്പെടുത്താൻ കഴിയാത്ത വിധം. ആഹാ, ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. മിത്ര പറഞ്ഞു കേട്ടത് എബി ഇരുന്നിടത്തും ചാടി എഴുന്നേറ്റുകൊണ്ട് രോഷത്തോടെ പറഞ്ഞു. ടീന അവനെ നോയി പല്ലടിച്ചു. ദേബി, ഇനി നീ കൂടെ തുടങ്ങില്ലേ? അല്ലെങ്കിൽ തന്നെ എന്താവെന്ന് ഓർത്തിട്ട് ഞാനിവിടെ എരിവരി കൊള്ളുവാ. ഇവളെ തന്നെ അവിടുന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മാത്രം അറിയുന്നു. അപ്പോഴാ ഇനി ടീന പറയുമ്പോൾ മിത്ര അവളെയും തുറിച്ചു നോക്കി. അല്ലടി ഞാൻ. എബി അവളെയും മിത്രയും മാറി മാറി നോക്കി. അബി ഒന്നും മിണ്ടാതെ ഇരിപ്പുണ്ട്. കഴിഞ്ഞു ഇനിയെങ്കിലും അതിൻ്റെ പേരിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇനിയും നിനക്ക് എൻ്റെ പിറകെ തോന്നുന്നതാണെങ്കിൽ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പറഞ്ഞില്ലെന്ന് വേണ്ട മിത്രേ. ഞാൻ പിന്നെ നിന്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ, കോളേജിലേക്കും പഠിക്കാനൊന്നും. ടീന ഗൗരവത്തോടെ മിത്രയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ മിത്രയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അങ്ങനെ നീ എന്നെ പേടിപ്പിച്ച് കാര്യം നേടാൻ നോക്കല്ലേ ടീനെ. ഞാനാണ് തെറ്റിയത്. ആമാരി ഇങ്ങോട്ട് വന്ന് ഇടിച്ചേറിയതല്ലേ. സത്യം എന്താണെന്ന് നിനക്കും അറിയാലോ. പിന്നെ റാഗിങ് കുറ്റകരാണെന്ന് നിനക്കറിയില്ലേ? ഇന്നലെ അവർ നമ്മളോട് ചെയ്ത അതാണ്. എനിക്ക് കോളേജ് പ്രിൻസിപ്പളിനോട് ഇൻഫോം ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അപ്പോഴേ നീ നിന്റെ ഒടുക്കത്തെ സെന്റിമെന്റ്സ് ഇറക്കിയിട്ട്. മിത്ര പല്ലടിച്ചുകൊണ്ട് പറയുമ്പോൾ ടീനക്കും ദേഷ്യം വരുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ മനുഷ്യന് വിറയലാണ്. എന്നിട്ട് ഇവിടെ എത്തി അവന്റെ പേരിൽ ഇനി കേസിന് കൂടി പോന്ന്. നിനക്ക് വട്ടാണോ മിത്രേ? ടീന അവളെ തുറിച്ചു നോക്കി. ഇതിന് പേര് വട്ടി എന്നല്ല ടീന, ആത്മാഭിമാനം എന്നാ. അവനിന്നലെ അങ്ങനെ ഒരു ചെറ്റത്തരം കാണിച്ചിട്ട് അതിനെതിരെ ഒന്നും ചെയ്യാൻ തിരിഞ്ഞു പോരേണ്ടി വന്ന മുതൽ എനിക്കൊരു ശ്വാസം മുട്ടല. ഇന്ന് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നോട് മുട്ടാൻ വരുന്നവരെ നല്ല അസ്ഥരായിട്ട് മുട്ട് മടക്കിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോരാറുള്ളൂ. മിത്ര ചൊടിയോടെ പറയുമ്പോൾ അവളോട് ഇനി എന്ത് പറഞ്ഞിട്ട് അടക്കി നിർത്തുന്നറിയാത്തൊരു അമ്പരപ്പ് ടീനയ്ക്കുമുണ്ട്. എബിയാണെങ്കിൽ ഇവരിൽ ആരുടെ കൂടെ നിൽക്കുന്നറിയാത്തൊരു കൺഫ്യൂഷനോടെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. മിത്ര ഒടുവിൽ അതുവരെയും മിണ്ടാതിരുന്ന അബി മിത്രയെ പിടിച്ചുകൊണ്ട് തന്നെ അടുത്തിരുത്തി. ഇനി ഞാൻ ചെയ്തു പോയ അപരാധത്തെ കുറിച്ച് നിനക്കെന്താ പറയാൻ? പെട്ടെന്ന് പറഞ്ഞു തീർക്ക്, എനിക്ക് പോകണം. ആരെയും തുറിച്ചു നോക്കിക്കൊണ്ട് മിത്ര കലിപ്പോടെ തന്നെ പറഞ്ഞു. നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നീയാണ് മിത്ര ശരി. പക്ഷേ ടീന പറയുന്നതിലും കാര്യമുണ്ട്. അബി ശാന്തനായിട്ടാണ് പറയുന്നത്. എടാ ഞാനൊന്ന് പറയട്ടെ മിത്ര. ഇടക്കേറി അവളെന്തോ പറയാൻ വന്ന അബി തടഞ്ഞു.
ടീൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. അതിൻ്റെതായ കുഴപ്പങ്ങളും കാണും. മിത്ര ഒന്നും മിണ്ടാതെ അവനെ നോക്കാതെ കയറ്റി പിടിച്ച മുഖത്തോടെ തന്നെ ഇരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാ. കാശുള്ളവനും പിടിപാടുള്ളവനും കുറച്ച് കയ്യോ കൂടുതൽ കാണും. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. കോളേജ് ലൈഫിൽ ഇതൊക്കെ സർവ്വസാധാരണ. ഇതൊക്കെ ആ സെൻസിലെടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു വൈബ് നിനക്ക് അവിടെ നിന്ന് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. പ്രശ്നങ്ങളോ അതിന് പിന്നിലെ നൂലാമാലകളോ നിന്റെ 6 മാസം വെറുതെ പോയി കിട്ടും. അബി കുഞ്ഞൊരു ചിരിയോടെ മിത്രയെ നോക്കിയിട്ട് പറഞ്ഞു. അനുവാദമില്ലാതെ കൈ കയറി പിടിക്കുന്ന അനാവശ്യമായിട്ട് സംസാരിക്കുന്നതാണ് അബി നീ പറഞ്ഞ കോളേജ് വൈബ്. എങ്കിലേ തൽക്കാലം എനിക്കത് വേണ്ട. മിത്ര വിടാനുള്ള ഭാവമില്ലെന്നേണ്ടതും ടീനയ്ക്ക് വീണ്ടും ടെൻഷനായി. എബിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല മിത്രമേ. അബി പക്ഷെ അവളൊരു ചിരിയോടെ ചേർത്ത് പിടിച്ചു. റാഗിങ് ഇല്ലെന്ന് എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും പലയിടത്തും പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇരയായ ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടും ഇന്നും തുടരുന്ന ക്രൂരത അനുഭവങ്ങൾ നിരവധിയാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വന്ന ക്രൂരമായ വാർത്തകളൊന്നും നീ അറിഞ്ഞു കാണില്ല. കേട്ടാൽ കേട്ടവും മരവിച്ചു പോകും വിധമുള്ള റാഗിങ് തന്നെ പല കോളേജിലും നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ പരാതി കൊടുക്കാനായിട്ടോ ആർക്കും പരാതി കൊടുക്കാൻ ആഗ്രഹമില്ലായിട്ടോ അല്ലടി, അതൊന്നും എവിടെയും എത്തില്ല. അങ്ങനെയാ ഇവിടുത്തെ നിയമങ്ങളും നിയമപാലകരും. അപ്പോൾ പിന്നെ ടീന പറഞ്ഞാ നമ്മൾ മുമ്പിൽ ചെയ്യാനുള്ളത്, നമ്മളത് വിട്ടുകളയുന്നു. അബി പറഞ്ഞിരുത്തിയതും മിത്ര അവനെ ചെറഞ്ഞു നോക്കി. നീ ഇത്രയും പിടക്കണ്ട, കൊടുക്കാനുള്ള കൃത്യമായിട്ട് നീ അവർക്ക് കൊടുത്തു എന്ന് ടീനനോട് പറഞ്ഞിട്ടുണ്ട്. അബി ഒരു ചിരിയോടെ പറഞ്ഞു. അതോടെ മിത്രയുടെ ചുണ്ടിലും ചെറിയൊരു ചിരിയുണ്ട്. 6 മാസം എൻജോയ് ചെയ്യാൻ വന്നവളാ നീ. നീ വേറെ പ്രശ്നത്തിനും പോകുന്നില്ല. ചിലതൊക്കെ കണ്ടില്ലെന്നടിച്ചാ കേട്ടില്ലെന്നടിച്ചാ നിനക്ക് അവിടെ നിന്റെ ആഗ്രഹം പോലെ തന്നെ പോവാം. അല്ലാതെ ഇതിന്റെ പുറകെ തൂങ്ങി ജീവിതവും ജീവനവും നഷ്ടപ്പെടാൻ നിന്നെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല. അബി പറഞ്ഞെടുത്തിയതും വീണ്ടും മിത്ര അവനെ തുറിച്ചു നോക്കി. അങ്ങനെയെല്ലാം നമ്മൾ വിട്ടുകളയുന്നില്ല മിത്ര. വല്ലാതെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒന്നും ഒരിക്കലും വിട്ടുകളയില്ല. അതിന് നിനക്കൊപ്പം ഞാനും ഉണ്ടാവും, എബി ആവേശത്തിൽ പറഞ്ഞു. അതോടെ ടീനി അബി അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി. അല്ല, ഞാനിവരൊക്കെ ഉണ്ടാവുമെന്ന്. ആ നോട്ടം കണ്ടിട്ട് എബി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റി. പക്ഷെ മിത്ര ഒന്നും അറിയാതെ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. അതൊന്നും അപ്പോഴും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു അവളിൽ അപ്പോഴും. ഒരുങ്ങിയിറങ്ങി വന്നവനെ കണ്ട് മുരുകന്റെ കണ്ണു മിഴിഞ്ഞു. കറുപ്പ് കളർ ഷർട്ട്, നീല ജീൻസും. ഇൻ ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും വല്ലാത്തൊരു പ്രൗഢി ഉണ്ടവന്. വലത് കൈയിലെ സ്റ്റീൽ വളയും ഷർട്ടിന്റെ മുകളിലെ തുറന്നു കിടപ്പുള്ള ഇടത്തുകൂടി കാണുന്ന കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞെടുക്കുന്ന മാലയും വില കൂടിയ വാച്ചും ഫോണും ഭംഗിയുള്ള ഒതുക്കി വെച്ച മുടിയും വെട്ടിയൊതുക്കിയ കൃത്യത വരുത്തിയ താടിയും മീശയും മുരുകൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നിട്ട് വിശക്ക് ചിരിയാണ് വന്ന്. DN ഗ്രൂപ്പ് ഭാവി കൊണ്ട് സാക്ഷാൽ മിത്രയുടെ മാത്യു ഒന്ന് നോക്കി പോകാൻ മാത്രമുള്ള വകുപ്പെങ്കിലും ഉണ്ടോടാ? സ്വയം നോക്കിയിട്ട് വിശ മുരുകനോട് ചോദിച്ചു. അവളല്ല, അവളുടെ അപ്പൂപ്പം പോലെ അപ്പ വീണെന്ന് ചോദിച്ചാൽ മതിയടാ. അവൻ അത്രയും ഭംഗിയിൽ കണ്ടതിൻ്റെ എല്ലാ സന്തോഷത്തോടെയും മുരുകൻ പറഞ്ഞു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാ. മുരുകനെ നോക്കി പറയുമ്പോൾ അതേ ടെൻഷൻ അവൻ്റെ മുഖത്തും കാണാം. നീയൊന്നുകൊണ്ടും പേടിക്കണ്ട, എന്നോട് നീ തന്നെ പറയാനല്ലേ, ഇതൊരു ജോലി, അതിനപ്പുറം ഒന്നും കരുതണ്ടെന്ന്. അത്രമാത്രം മതി. അവസരങ്ങൾ അവനായിട്ട് ഉണ്ടാക്കിത്തരുന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ നീ അങ്ങ് നിന്നു കൊടുത്താൽ മതി. മുരുകൻ പറയുന്നൊന്നും വിശ്വക്ക് ആശ്വാസമായില്ലെങ്കിലും അവനപ്പോഴൊന്നും പറഞ്ഞില്ല. പോയാലൊന്നാ. മുരുകൻ കൂടെ റെഡിയായി വന്നതോടെ വിശ്വ അവനെ നോക്കി. തലയാട്ടിക്കൊണ്ട് മുരുകൻ തന്നെയാണ് ആദ്യം ഇറങ്ങിയതും. അവന് പിറകെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോഴും കാറിൽ കയറി കോളേജിന്റെ നേരെ ഓടിച്ചു പോകുമ്പോഴും വിശ്വ മൗനത്തിലാണ്. അവന്റെ ആ മനസ്സും അതിനുള്ളിലെ സംഘർഷങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ മുരുകനും. പറഞ്ഞാലോ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോളേജിൽ കയറി മുന്നേ ടീന മിത്രയെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. ഒട്ടും തെളിച്ചമില്ലാതെ അവളൊന്ന് മൂളി ഉള്ളിലേക്ക് നടന്നു. ദൈവമേ, ഇവളെ എന്നെ കൂടി കൊലക്കൊടുക്കോ? ആ പോക്ക് കണ്ടിട്ട് പിറകെ ചെന്ന് ടീന പറഞ്ഞു. കോളേജ് മുഴുവനും ആഘോഷത്തിന്റെ ഒരുക്കങ്ങളാണ്. അതിനിടയിൽ കോളേജ് ക്യാൻറ്റീൻ ഉദ്ഘാടനം കൂടിയുണ്ടെന്ന് തലേന്നതിനെ അവർ അറിഞ്ഞിരുന്നു. എല്ലാം കൂടി ആകെ ഒരു ബഹളമയം. ഒലിഞ്ഞു മുറുകിന്നിരുന്ന മിത്രയുടെ മുഖമൊന്ന് അയഞ്ഞു. പാട്ടും കൊട്ടും ആസ്വദിച്ച് നടക്കുന്ന അവളെ നോക്കുമ്പോൾ ടീനയുടെ മനസ്സിൽ അല്പം സമാധാനം തോന്നി. എന്നാൽ അവരെ രണ്ടുപേരെയും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള രാഹുലിന്റെയും കൂട്ടിയുടെയും നിൽപ്പ് മാത്രം അവരുടെ ശ്രദ്ധയിൽ പെട്ടതുമില്ല. കാർ പാർക്കിംഗ് ഏരിയയിൽ തിരിഞ്ഞടക്കുമ്പോൾ ഉള്ളിലെ വിറയൽ പുറമേ കാണാതിരിക്കാൻ വിശ്വ അങ്ങേയറ്റം ശ്രമിച്ചു. 10 മണിക്കാണ് ക്യാൻറ്റീൻ ഉദ്ഘാടനം. കോളേജ് പ്രിൻസിപ്പൽ തന്നെ മതിയതിനെന്ന് വിശ്വ തന്നെയാണ് തീരുമാനിച്ചത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ ആദ്യം അയാളെയാണ് വശത്താക്കേണ്ടെന്ന് തോന്നിയവന്. ഏതെങ്കിലും സെലിബ്രിറ്റിയെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അഖിൽ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി സ്വന്തം പോക്കിൽ വന്നു ചേരുന്ന കാശ് തന്നെയായിരുന്നു അവന്റെ മുമ്പിൽ. പക്ഷേ വിശ്വ അത് വേണ്ടെന്ന് പറഞ്ഞോടെ അഖിലിന്റെ ആ പദ്ധതി പൊളിഞ്ഞു. എങ്കിലും പിന്നെ അതിനെക്കുറിച്ച് പറയുകയോ ആലോചിക്ക് പറയാൻ അവസരം കൊടുക്കുകയോ ചെയ്തില്ല. താൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ സെറ്റാക്കിയ ക്യാൻറ്റീൻ വിശ്വാകത്ത് കയറി ആകമാനമെന്ന് നോക്കി. അതിന് വല്ലാത്തൊരു തൃപ്തി തോന്നി. അവിടെ എത്തിയത് മുതൽ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ മാറി വിശ്വ പൂർണ്ണമായും അതിന്റെ തിരക്കിൽ പെട്ടുപോയി. കൃത്യം 10 മണിക്ക് തന്നെ പ്രിൻസിപ്പൾ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചുറ്റും കൂടിയ കുട്ടികൾ കൈയടിച്ചുകൊണ്ട് അവരുടെ സന്തോഷം പ്രകടമാക്കി.
അവർക്കെല്ലാമുള്ള മധുരം കൂടി വിശ്വ കരുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജിലെ ഫംഗ്ഷൻ. വന്നിരുന്ന കുട്ടികളിൽ പെൺകുട്ടികൾ ആരാധനയോടെയും ആൺകുട്ടികൾ അസൂയയോടെയും തന്നെ നോക്കുന്നത് വിശ്വ അറിയുന്നുണ്ടായിരുന്നു. അതവനിൽ ചെറുതല്ലാത്തൊരു അസ്വസ്ഥത നിറച്ചു. എങ്കിലും വന്നവരോടെല്ലാം അവൻ മാന്യമായി ചിരിയോടെ തന്നെ പെരുമാറി. ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കി നൽകാൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് കൂടി എല്ലാവരോടുമായി വിശ്വ പറയുമ്പോൾ കൂവി വിളികളും കയ്യടികളും ഉയർന്നു. തനിക്ക് കിട്ടിയ ടാസ്ക് ചെയ്തുകൊണ്ട് സ്റ്റേജിൽ നിന്നിറങ്ങി വന്ന മിത്രക്ക് ആ പഴയ വൈബ് തിരിച്ചു കിട്ടിയിരുന്നു. നിറഞ്ഞ ചിരിയോടെ അവൾ ടീനക്കരികിൽ വന്നിരുന്നുകൊണ്ട് ബാക്കി പരിപാടികളിലേക്ക് ശ്രദ്ധിച്ചു. കടുകട്ടിയുള്ള ഒരു മലയാളം പാട്ട് എഴുതി കൊടുത്തിട്ട് അത് ഇംഗ്ലീഷിൽ പാടി അവതരിപ്പിക്കാനായിരുന്നു മിത്ര കിട്ടിയ ടാസ്ക്. പാട്ട് പാടുന്നത്ര വശമില്ലെങ്കിലും ഇംഗ്ലീഷ് അവൾക്കൊരു എതിരാളിയെ അല്ലാത്തതുകൊണ്ട് ആ ടാസ്ക് അവൾക്ക് നൽകിയവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് മിത്ര അത് ഭംഗിയാക്കി. അതുപോലെ രസകരമായ മറ്റനേകം പരിപാടികളും സംഭവ രസമുണ്ട്. മിത്ര തെളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന കണ്ടതും ടീനക്ക് ആശ്വാസമായിരുന്നു. എങ്കിലും ഇന്നിനി ഒരിക്കലും ആ വൃത്തികെട്ടവനെയും അവന്റെ കൂട്ടാളികളെയും മുന്നിൽ എത്തിപ്പെടരുതെന്ന് തന്നെയാണ് അവിടെ ഇരിക്കുമ്പോഴും ടീന പ്രാർത്ഥന നടത്തിയത്. മിത്രയെ അവളുടെ സ്വഭാവത്തെയും നന്നായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് ഇനി ഒരിക്കൽ കൂടി അവൻ മോശമായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പിന്നെ ആര് പറഞ്ഞാലും മിത്ര അടങ്ങില്ലെന്നും എന്തൊക്കെ സംഭവിക്കേണ്ടി വന്നാലും അവനെതിരെ നടപടിക്കൊരുങ്ങുമെന്നും ടീനക്ക് ഉറപ്പുണ്ട്. ഇടം വലം കണ്ണുകൾ പായിച്ചുകൊണ്ട് തങ്ങളുടെ പരിസരത്ത് എവിടെ രാഹുൽ അവന്റെ കൂട്ടുകാരില്ലെന്നുറപ്പിച്ച് അതിൽ ആശ്വസിച്ച ടീന ഒറ്റയ്ക്ക് മുന്നിൽ കിട്ടാൻ നല്ലൊരു അവസരം കാത്ത് അവരെ മാത്രം പ്രതീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന രാഹുലിനെ അപ്പോഴും കണ്ടില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.